ITCയുടെ ഈ ഒരു മൂന്നാമത്തെ ക്വാർട്ടറിൻ്റെ റിസൾട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ലാസ്റ്റ് ഇയറിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ വലിയ മാറ്റമൊന്നും കാണാൻ പറ്റുന്നില്ല. ഏകദേശം 5100 കോടി രൂപയാണ് ലാഭം കാണിച്ചിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 3 മുതൽ 4% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രോഫിറ്റിലുണ്ടായ ഈ ഒരു ഇടിവ് പ്രധാനമായിട്ടും 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അവരുടെ റോ മെറ്റീരിയൽസിൻ്റെ റേറ്റ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ മാനുഫാക്ചറിങ്ങിൻ്റെ ചിലവ് വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ ലേബർ കോഡിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 350 കോടി രൂപയോളം കമ്പനിയുടെ വൺ ടൈം ചിലവായിട്ട് മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ട്. സോ ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ആ ഒരു വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്. കമ്പനിയുടെ ടോട്ടൽ റവന്യൂ നോക്കുകയാണെങ്കിൽ 7% വർദ്ധിച്ചിട്ടുണ്ട്. ഏകദേശം 21,700 കോടി രൂപയിൽ എത്തിയിട്ടുണ്ട്. ITCയുടെ സിഗരറ്റ് അല്ലാത്ത മറ്റ് ബിസിനസ്സുകൾ നോക്കുകയാണെങ്കിൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ FMCG ഒക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം 11% വളർച്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആശീർവാദ ആട്ട, ബിസ്ക്കറ്റുകൾ, യപ്പി നൂഡിൽസ്, ഡയറി ഉൽപ്പന്നങ്ങൾ, ഇത്തരം ബിസിനസ്സുകളൊക്കെ നല്ല രീതിയിലുള്ള പ്രകടനമാണ് ലാസ്റ്റ് ഇയറിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. കൂടാതെ കമ്പനിയുടെ ഡിജിറ്റൽ അതുപോലെ തന്നെ ഓർഗാനിക് ബ്രാൻഡുകളായിട്ടുള്ള യോഗ ബാർ പോലുള്ളവയിൽ 60%-യൊക്കെ വളർച്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി അവരുടെ നിലവിലെ മെയിൻ ബിസിനസ് ആയിട്ടുള്ള സിഗരറ്റ് ബിസിനസ്സിലേക്ക് നോക്കുകയാണെങ്കിൽ 8% വർധനവാണ് കാണിച്ചിട്ടുള്ളത്. മെയിനായിട്ട് ഈ ഒരു 8% വർധനവ് കാണിച്ചിട്ടുള്ളത് അവരുടെ പ്രീമിയം ഉൽപ്പന്നത്തിൻ്റെ സെയിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇനി വരാൻ പോകുന്ന ഈ ഒരു ബഡ്ജറ്റിൽ സിഗരറ്റിന് മേലുള്ള ആ ഒരു ടാക്സ് കൂടും. സോ അവരുടെ സെയിൽ കുറയും. മറ്റുള്ള സിഗരറ്റുകൾ വിപണിയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ സെയിൽ കുറയുമെന്ന് തീർച്ചയായിട്ടും അത്തരത്തിലൊരു ആശങ്ക കമ്പനിക്കുണ്ട്. പിന്നെ സാധാരണത്തെ പോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ഷെയറിന് 6 രൂപ 50 പൈസ എന്ന രീതിക്കാണ് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഫെബ്രുവരി 4-നാണ് റെക്കോർഡ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ITCയുടെ റിസൾട്ട് നമ്മൾ ഒരു ഓവറോൾ നോക്കി പറയുകയാണെങ്കിൽ അവരുടെ ചിലവ് വർദ്ധിച്ചത് അവരെ ലാഭത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിലും ITCയുടെ മറ്റ് ബിസിനസ് മേഖലകൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് ഈ ഒരു റിസൾട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. വരാനിരിക്കുന്ന ഈ ഒരു നികുതി വർധനവും കാര്യങ്ങളും കമ്പനിയുടെ ഓഹരി വിലയിലും അതുപോലെ തന്നെ അവരുടെ ഒരു പ്രോഫിറ്റിലും ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് വരുന്ന മാസങ്ങളിലാണ് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ITCയുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക.